കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് നേരെ വധശ്രമം നടന്നുവെന്ന CPM ആരോപണവും, എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ ആ വാദങ്ങളെ എതിർക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണവും ഈ വിഷയത്തെ സങ്കീർണമാക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. സർക്കാരിന്റെ വിവിധ നയങ്ങൾക്കെതിരെയും ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ആരോപിച്ചും നടന്ന ഈ പ്രതിഷേധം പെട്ടെന്ന് തന്നെ സംഘർഷഭരിതമായി. പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങളുമായി ഓടിയെടുത്തു. ഇതിനിടെ മന്ത്രിക്ക് നേരെ കയ്യേറ്റം നടന്നുവെന്നും ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടുവെന്നുമാണ് ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന ആദ്യ പ്രതികരണം. സംഭവത്തിന് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. പ്രതിഷേധക്കാർ കറുത്ത തുണി കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചുവെന്നും ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഒരു സ്ത്രീ കൂടിയായ മന്ത്രിക്ക് നേരെ നടന്നത് ആസൂത്രിതമായ വധശ്രമമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് ഇടത് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ വികാരം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ കഥാതിന്തു മാറാൻ തുടങ്ങി. ദൃശ്യങ്ങളിൽ മന്ത്രിയുടെ തൊട്ടു പിന്നാലെ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഒരാൾ ഓടുന്നത് വ്യക്തമായി കാണാം. ഇയാൾ മന്ത്രിയുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ട് നീങ്ങുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇത് മന്ത്രിയെ ആക്രമിക്കാൻ വന്ന പ്രതിഷേധക്കാരനാണെന്ന് തുടക്കത്തിൽ ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കരിനീല വസ്ത്രധാരി മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ MS അഭിലാഷ് ആയിരുന്നു. പ്രതിഷേധക്കാർക്കിടയിലൂടെ മന്ത്രിയെ സുരക്ഷിതയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം നൽകിയ പ്രതിരോധ കവചത്തെയാണ് പ്രതിഷേധക്കാരുടെ മർദ്ദനമായി CPM നേതാക്കൾ ചിത്രീകരിച്ചതെന്ന ആരോപണം ഇതോടെ ശക്തമായി.